Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് Xiaomi Mi Watch Revolve Active. അപ്പോൾ കഴിഞ്ഞ വർഷം ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നവംബർ സെപ്റ്റംബർ സമയത്താണ് Xiaomi അവരുടെ ആദ്യത്തെ Mi Watch ഇറക്കിയത്. Mi Watch Revolve എന്നായിരുന്നു അതിന്റെ പേര്. അന്നത് നല്ലൊരു വാച്ച് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സിംഗ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ SpO2 മെഷർമെന്റ്, അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ. പക്ഷേ നല്ല ഒരു ഫീച്ചർ റിച്ച് വാച്ച് ആയിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സക്സസർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് Mi Watch Revolve Active ആണ്. ഇതിനകത്ത് SpO2 മെഷർമെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ അലക്സ ബിൽറ്റ് ഇൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നല്ല ഒരു സ്മാർട്ട് വാച്ച് ആകാനുള്ള എല്ലാ ക്വാളിറ്റീസും ഇതിനകത്ത് Xiaomi പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, സ്റ്റെപ്സ് ട്രാക്കിംഗ്, ബ്രീത്തിങ് എക്സസൈസ്, 117 പരം വർക്കൗട്ട് മോഡ്സ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചർ റിച്ച് ആയ ഒരു സ്മാർട്ട് വാച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഷോമിൻ്റെ Mi Watch Revolve Active. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ പ്രൈസിങ് അറിയത്തില്ല, എങ്കിലും ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് എല്ലാം തന്നെ പറയാം. ഒരു മിനി റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിത് ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 7-8 ദിവസത്തിലേറെയായി. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡായ ആസ്പെക്ട്സ് പറയുന്നത്. എത്രത്തോളം നല്ലതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് വിശദമായി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ Mi Watch Revolve Active ആണ്, അലക്സ ബിൽറ്റ് ഇൻ കാണാം. അപ്പോൾ അലക്സ സപ്പോർട്ടൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബീജ് കളറാണ്, അതായത് ഒരു ക്രീമിഷ് കളറാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്കിവിടെ എഴുതിയത് കാണാം. 3.53 cm AMOLED ടച്ച് സ്ക്രീൻ, ബ്ലഡ് ഓക്സിജൻ ലെവൽ, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, 110 സ്പോർട്സ് മോഡ്, ലോങ് ബാറ്ററി ലൈഫ്, 5 ATM വാട്ടർ റെസിസ്റ്റൻസ്, പിന്നെ ഓട്ടോമാറ്റിക് വർക്കൗട്ട് ഡിറ്റക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് Mi Watch Revolve Active. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്നത് യൂസർ മാനുവലാണ്. ഇതിനകത്ത് എങ്ങനെ നമുക്ക് പെയർ ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വാച്ചിൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അലക്സ എങ്ങനെ പെയർ ചെയ്യുക എന്നുള്ള ഒരു ഗൈഡാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് വാച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് പുറത്തേക്ക് എടുക്കാം. വാച്ച് പുറത്തെടുത്തിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ കൂടെ വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് കേസാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ചാർജിങ് കേസ് നമ്മൾ കണ്ടില്ലേ, ഒരു USB കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് വാച്ച് ഒന്ന് വെച്ചാൽ മതി. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി, പഴയ ഒരു ചാർജിങ് മെക്കാനിസമായിട്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. എങ്കിലും ഇതാണ് ചാർജിങ് മെക്കാനിസം, മാഗ്നറ്റിക് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വാച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Mi Watch Revolve Active, പുതിയ വാച്ച് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കെട്ടിയിരിക്കുന്നത് Mi Watch Revolve ആണ്. ഇത് പഴയ വേർഷനാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ വേർഷനാണ്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ചൊരു മെറ്റൽ മാറി, ഇവിടെ പ്ലാസ്റ്റിക് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ എക്സാക്ട്ലി സെയിം ആണ്, വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സ്ട്രാപ്പാണെങ്കിൽ കുറച്ചൊരു ഇതുണ്ടല്ലോ, ഒരു പാറ്റേൺ കാണാം സ്ട്രാപ്പിൽ. ബാക്കി കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്കിവിടെ 2 ബട്ടൺ കാണാം. ഹോം ബട്ടന് സ്പോർട്സ് മോഡ് എനേബിൾ ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ ബാക്കി ഇവിടെയൊക്കെ നമുക്ക് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. സ്ട്രാപ്സ് ഇൻ്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബക്കിൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൊന്നും കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. പക്ഷേ ഇവിടെ നമുക്ക് മെറ്റൽ ചാസി ആയിരുന്നു കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു പോളികാർബണേറ്റ് ചാസി വരുന്നത്, അതേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിസ്പ്ലേ ഇതിനകത്ത് 1.39 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ 450 നിറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 320 പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത്. വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ്. കാരണം ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സ്മൂത്താണ്. അതേപോലെ ഡീപ്പ് ബ്ലാക്സ് ആണ് വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് ലെവൽസും അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽസ്, ഔട്ട്ഡോർ വിസിബിലിറ്റി എല്ലാം തന്നെ വളരെ നല്ലതാണ്. ടച്ച് റെസ്പോൺസ് ഉണ്ടല്ലേ, വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്തായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്മാർട്ട് വാച്ചിൻ്റെ കാറ്റഗറിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ Xiaomi പറയുന്നത് ലൈഫ് ക്യൂ അൽഗോരിതമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് അൽഗോരിതംസ് ആണെന്നാണ് Xiaomiൻ്റെ അവകാശം. ഇതിനകത്ത് പിന്നെ ഒരു 12 നാനോമീറ്റർ ചിപ്പ് ഉണ്ട്, GPS ചിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് GPS വളരെ നല്ല രീതിയിൽ മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓട്ടോ വർക്കൗട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. 117 സ്പോർട്സ് മോഡ്സ് ഇൻക്ലൂഡഡ് ആണ്. അതിൽ 17 പ്രോ മോഡ്സ് ആണ്. സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, VO2 മാക്സ് ഉണ്ട്, സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് ഉണ്ട്, അതേപോലെ SpO2 മെഷർമെൻ്റ് ഉണ്ട്,
പിന്നെ സ്റ്റെപ്സ് എല്ലാം തന്നെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹോമിൽ പോയി കഴിഞ്ഞാൽ കാണാം മെയിൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് കണ്ടില്ല, ഒരുപാട് വർക്കൗട്ട് മോഡ്സ് കാണാം. നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്, റിമൂവ് ചെയ്യുക, ആഡ് ചെയ്യുക. അതേപോലെ നമുക്കിവിടെ ഹിസ്റ്ററി കാണാം, വർക്കൗട്ട് ഹിസ്റ്ററി, പിന്നെ ഇന്നത്തെ ആക്ടിവിറ്റീസ് കാണാം. എല്ലാം വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ്, അതായത് നല്ലൊരു രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹാർട്ട് റേറ്റ് എടുത്താൽ പോലും നമുക്ക് കാണാണ്ടില്ല, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. നല്ലൊരു ഭംഗിയുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയാം. പിന്നെ SpO2 മെഷർമെൻ്റ് ഉണ്ട്, പിന്നെ സ്ലീപ്പ് ഉണ്ട്, അതേപോലെ തന്നെ എനർജി ലെവല്, സ്ട്രെസ് മോണിറ്ററിങ്, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലാണ് കണ്ടില്ലേ, സ്ട്രെസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, അലക്സ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അലക്സ സപ്പോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് വാട്ട്സ് ദ ടെമ്പറേച്ചർ ഇൻ കൊച്ചി ടുഡേ? ഇവിടെ റൈറ്റ് നൗ ഇൻ കൊച്ചി കേരള ഇറ്റ് ഈസ് 31 degrees. അപ്പോൾ ഇത് ആക്ച്വലി തിരിച്ച് നമ്മളോട് സംസാരിക്കത്തില്ല അലക്സ, ആക്ച്വലി നമുക്ക് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാം, പക്ഷേ തിരിച്ച് അത് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. വെൻ ഈസ് ഇന്ത്യ ന്യൂസിലാൻഡ് വേൾഡ് ക്രിക്കറ്റ് ടെസ്റ്റ് ഫൈനൽ? അല്ലേ, ഇപ്പോൾ ദർ ഇസ് എ കറൻറ്റ് റെയിൻ സ്റ്റോപ്പേജ് മാച്ചിനെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. ഹൗ ഫാർ ഈസ് ആലപ്പി ഫ്രം കൊച്ചി? ആണല്ലേ, ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ആക്ച്വലി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആൻസേഴ്സ് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ. നല്ല രീതിയിലാണ് ആക്ച്വലി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻ്റഗ്രേഷനാണ്. സ്മാർട്ട് ഫോണായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, എങ്കിലും നല്ല ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അലക്സേൻ്റെ ഇൻ്റഗ്രേഷൻ. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. മ്യൂസിക് കൺട്രോൾ ഉണ്ട്, ക്യാമറ കൺട്രോൾ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ടോർച്ച്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ പോയി വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാം. വാച്ച് ഫേസിലേക്ക് തിരിച്ചു വരാം. ബ്രൈറ്റ്നസ് ലെവൽസ്, ഓട്ടോ ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട്, റേസ് ടു വേക്ക് ഉണ്ട്, അതേപോലെ ആക്ടിവിറ്റി റിമൈൻഡർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് റിമൈൻഡർ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വൈബ്രേഷൻ നല്ലതായിട്ടും കാണാം. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 14 ദിവസത്തെ ബാറ്ററി ലൈഫാണ് വരുന്നത്, 2 മണിക്കൂറാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയതൊരു 10 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ 10 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. അതിന് മുകളിൽ കിട്ടണമെങ്കിൽ നമ്മൾ യൂസേജിനനുസരിച്ചിരിക്കും. ഹെവി യൂസേജ് ആണെങ്കിൽ ഒരു 1 വീക്ക് 8 ഡേയ്സ് ഒക്കെ ഈസിലി കിട്ടും. നോർമൽ യൂസേജ് ആണെങ്കിൽ ഒരു 10 ഡേയ്സ് ഒക്കെ ഈസിലി നമുക്ക് ലാസ്റ്റ് ചെയ്യും. 10 to 11 ഡേയ്സ് ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി നമുക്ക് പറയാവുന്നത്, താഴെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ക്വിക്ക് ടോഗിൾസ് കാണാം, മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കാണാം. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാം. പിന്നെ ഇവിടുന്ന് സ്പോർട്സ് മോഡ് ക്വിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാച്ചിൻ്റെ ആപ്പും കൂടി ഒന്ന് നോക്കാം. ഇതാണ് നമുക്ക് ഷോമി മി വെയർ ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെയർ ലൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക് ഹോമിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, എനർജി, ബ്ലഡ് ഓക്സിജൻ ലെവൽ എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ഫേസസ് കാണാം. ഇവിടെ ലോക്കൽ വാച്ച് ഫേസ് ഉണ്ട്, അതേപോലെ ഓൺലൈൻ വാച്ച് ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് 100-ലധികം വാച്ച് ഫേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻ കിട്ടും, വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനത്തെ എല്ലാ ആപ്പ് നോട്ടിഫിക്കേഷൻസും നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. കോള് റിജക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കോൾ ഇതിനകത്ത് വോയിസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കോൾ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് റിജക്റ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ജസ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഫേസും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് നല്ലൊരു ബാറ്ററി ലൈഫും വരുന്നുണ്ട്. പിന്നെ മി വാച്ച് റിവോൾവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മി വാച്ച് റിവോൾവ് ആക്റ്റീവും, ഇതാണ് പഴയ വാച്ച്, ഇതാണ് മി വാച്ച് ആക്റ്റീവ് റിവോൾവ്. രണ്ടിലും കണ്ടില്ലേ, ഇൻ്റർഫേസിലൊന്നും കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല, രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മുകളിൽ നിന്ന് എടുത്താലും താഴെ നിന്ന് എടുത്താലും ഒക്കെ ഇപ്പോൾ നമ്മൾ ആപ്പ് കണ്ടില്ലേ, ആപ്പ് എടുത്താലും എല്ലാ ഫീച്ചേഴ്സൊക്കെ വളരെ സിമിലറാണ്. SpO2 മെഷർമെൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, അതായത് മേജർ ചേഞ്ച്. പിന്നെ അലക്സ പിന്നെ ഇതിൻ്റെ ഫങ്ഷണാലിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി, നല്ലൊരു ആക്യുറസി ലെവൽസ് ഉണ്ട്. അതേപോലെ ഹാർട്ട് റേറ്റ് സെൻസറും നല്ല ആക്യുറേറ്റ് ആയിട്ട് തോന്നി. പിന്നെ ഓവറോൾ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ നല്ലതായിട്ട് തോന്നി. ഒരു കാര്യം എനിക്ക് അത്ര ഒരു നല്ലതായിട്ട് തോന്നാത്തത് ബ്ലഡ് ഓക്സിജൻ ലെവൽ, അതായത് SpO2 മെഷർമെൻറ്റ് നമുക്കിവിടെ കാണിച്ചു തരാം.
ഇവിടെ കണ്ടില്ല, ബ്ലഡ് ഓക്സിജൻ ലെവൽ ഒട്ടും തന്നെ ആക്യുറസി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്ന മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയിരിക്കും ഇത് നല്ലത്. ഇതിൻ്റെ ആക്യുറസി ലെവൽസ് അത്ര നല്ലതല്ല. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ, ഇത് ഞാൻ റെഗുലർ ടെസ്റ്റിംഗ് ചെയ്തപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്, അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ മീറ്റേഴ്സ് കാണിച്ചത് 99 ആയിരുന്നു. ഇവിടെ നമുക്ക് 92 കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ആക്ച്വലി അത്രയ്ക്കൊന്നുള്ള ഡിഫറൻസ് ഒരിക്കലും വരരുത്. അപ്പോൾ ഇതൊരു ആക്യുറസി അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയാം. ബാക്കി എല്ലാത്തിലും എനിക്ക് തോന്നി നല്ലതാണ്. പ്രത്യേകിച്ച് സ്ലീപ്പ് ട്രാക്കിങ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്റ്റെപ്സ് ട്രാക്കിങ് എല്ലാം തന്നെ നല്ലതാണ്. SpO2 മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറയണമെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു മീ വാച്ച് റിവോൾവ് ആക്റ്റീവ് പുതിയ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു 10,000 പ്രൈസ് സെഗ്മെൻ്റ് ആയിരിക്കുള്ളൂ വരാൻ ചാൻസ്. അപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഡിസ്പ്ലേ നല്ലതാണ്, പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ല ബാറ്ററി ലൈഫാണ്, എക്സലൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ, പിന്നെ ലാഗൊന്നും ഇല്ലാത്ത ഇൻ്റർഫേസാണ്, നല്ല ബാറ്ററി ലൈഫാണ്. പിന്നെ ഓവറോൾ ട്രാക്കിംഗ് അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SpO2 മെഷർമെൻറ്റ് ഒട്ടും തന്നെ ആക്യുറസി ഇല്ലായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതായിരുന്നു മീ വാച്ച് റിവോൾവ് ആക്റ്റീവിൻ്റെ അൺബോക്സിങ്ങും ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു നല്ല സ്മാർട്ട് വാച്ച് എക്സ്പീരിയൻസ് ആണ് ഷോമീൻ്റെ മീ വാച്ച് റിവോൾവ് ആക്റ്റീവ് തരുന്നത്. ഈ ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ മീ വാച്ച് ആക്റ്റീവ് റിവോൾവ് നല്ലൊരു ഫീച്ചർ റിച്ച് വാച്ചാന്ന് പറയാം. വളരെ നല്ല ഫീച്ചേഴ്സാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് കിട്ടിയത് ബീജാന്ന് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് കളറൊക്കെ അവൈലബിൾ ആണ്, പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. കാരണം അത്രയും നല്ലൊരു ബ്രൈറ്റ്, വിവിഡ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ് ഷോമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽഡ് റിവ്യൂ മീ വാച്ച് റിവോൾവ് ആക്റ്റീവിൻ്റെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.